വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി 1.5 കപ്പ് സാമ്പാർ പരിപ്പ്, അതായത് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച്, അതായത് പരിപ്പിന് മീതെ നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഞാനിവിടെ തീ ഫുള്ളിലിട്ട് ഒരു വിസിലും പിന്നെ അത് ലോയിലിട്ട് ഒരു വിസിലുമാണ് വരുത്തിയത്. പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പരിപ്പിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കുമ്പളങ്ങ, മത്തങ്ങ, തക്കാളി എന്നിവ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ പച്ചക്കറികൾ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഈ കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് നമുക്ക് ഈ കുക്കറിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ സ്റ്റീം വരുമ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം, അത് ഒന്നുകൂടി ചെറിയ പീസുകളാക്കി ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കായമൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 മുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി തണുത്തു വരുന്ന സമയം കൊണ്ട് നമ്മൾ വേവിച്ച കഷ്ണങ്ങൾ നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിപ്പും കഷ്ണങ്ങളും ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയതും വെണ്ടക്കായ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരണ വരെ, ഒരു വിസിൽ വന്ന അപ്പം തന്നെ അത് നമുക്ക് സ്റ്റീം തുറന്ന് കളയണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ വെന്ത് പോകും. കുറച്ച് വെള്ളം കുക്കറിന് മീതെ ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റീം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതിനുശേഷമേ കുക്കർ തുറക്കാവൂ. അല്ലെങ്കിൽ പിന്നെ സാധാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ മുരിങ്ങക്കായൊക്കെ ചേർത്ത് വേവിച്ചെടുത്താലും മതി. വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുളി പിഴിഞ്ഞ് നമ്മുടെ കഷ്ണവും പരിപ്പും ഒക്കെ ചേർത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം മിക്സി നന്നായി അരച്ചെടുക്കുക. ഇനി നമ്മൾ വേവിച്ചെടുത്ത മുരിങ്ങക്കായും അതുപോലെ തന്നെ അരച്ചെടുത്ത അരപ്പും കറിയിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചു വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇടുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.